നമസ്കാരം. സ്റ്റെതസ്കോപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സ്ത്രീയുടെ വന്ധ്യതയാണ് എപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളത്. എന്നാൽ സ്ത്രീയും പുരുഷനും തുല്യമായി വന്ധ്യത അനുഭവിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള കണക്ക് പ്രകാരം ഏകദേശം 48 ദശലക്ഷം ദമ്പതികൾ വന്ധ്യത അനുഭവിക്കുന്നു. ഈ ലക്കം സ്റ്റെതസ്കോപ്പ് വിശദമാക്കുന്നത് വന്ധ്യതയെക്കുറിച്ചാണ്. വന്ധ്യതയുടെ കാരണങ്ങൾ, ആധുനിക ചികിത്സകൾ എന്തെല്ലാമാണ്, ഇതിനെക്കുറിച്ചാണ് ഈ സ്റ്റെതസ്കോപ്പിൽ വിശദമാക്കുന്നത്. വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ചും ആധുനിക ചികിത്സകളെക്കുറിച്ചും സംസാരിക്കാൻ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ IVF കൺസൾട്ടൻറ്റ് ഡോക്ടർ അഷ്ന അസീസ് നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ഡോക്ടർ. താങ്ക് യു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻ നടക്കാറുണ്ട്. അതുപോലെ പ്രധാനമാണ് പുരുഷനുള്ള വന്ധ്യതയും. നമുക്ക് പുരുഷവന്ധ്യതയുടെ കാരണങ്ങൾ എന്താണ്? പുരുഷവന്ധ്യത പുരുഷവന്ധ്യതയും ഇന്നത്തെ സമൂഹത്തിൽ കൂടി വരിക തന്നെയാണ്. അതായത് ഒരു ഈക്വൽ കോൺട്രിബ്യൂഷനാണ് ശരിക്കും പുരുഷവന്ധ്യതയും സ്ത്രീവന്ധ്യതയും. അതുപോലെ ഇവരുടെ രണ്ടുപേരുടെയും ഫാക്ടേഴ്സ് കാരണം വന്ധ്യതയിലേക്ക് നയിക്കപ്പെടുന്ന ഒരു പെർസെൻറ്റേജും കൂടെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് സ്ത്രീകളെ മാത്രമാണ് ഇവാലുവേറ്റ് ചെയ്ത് പോകുന്നത്. നമ്മൾ പുരുഷവന്ധ്യത എടുക്കുമ്പോൾ അതിന് പല കാരണങ്ങൾ, പല ഘടകങ്ങൾ ഇതിലേക്ക് കാണുന്നുണ്ട്. അതിൽ ഒന്നാണ് ഇവർക്ക് തമ്മിലുള്ള കോണ്ടാക്റ്റ് പ്രോപ്പറായിട്ട് നടക്കാത്തത്. അത് ഉദാഹരണക്കുറവിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ട്ണറിൻ്റെ ഭാഗമായിട്ട് വജൈനസ്മസ് എന്ന് പറയുന്ന യോനി ഭാഗത്തെ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്ന ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം. അപ്പം മെയിലിൻ്റെ ഭാഗമാണ് പ്രശ്നമെങ്കിൽ, അതായത് ഉദാഹരണക്കുറവാണെങ്കിൽ അതിന് പല കാരണങ്ങളാണ്. അപ്പോൾ അതിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവരുടെ പരിശോധനയിൽ നമ്മൾ പുരുഷവന്ധ്യതയ്ക്ക് മെയിനായിട്ട് നോക്കുന്നത് ബീജപരിശോധനയാണ്. ബീജപരിശോധനയിൽ ചിലപ്പോൾ എല്ലാം തന്നെ നോർമൽ പാരാമീറ്റേഴ്സ് ആയിരിക്കും കാണുന്നത്. പക്ഷേ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് കുട്ടി എന്നുള്ള ഇത് നടക്കുന്നുണ്ടാവില്ല. ബീജപരിശോധനയിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് കൗണ്ട്, അതായത് ബീജത്തിൻ്റെ അളവ്, അതുപോലെ തന്നെ അതിൻ്റെ ചലനശേഷി, അതിൻ്റെ ഘടനയിലുള്ള എന്തെങ്കിലും വ്യതിയാനങ്ങൾ, ഇതാണ് നമ്മൾ മെയിനായിട്ട് അസസ് ചെയ്യുന്നത്. എന്നാൽ ഇതോടൊപ്പം തന്നെ എന്തെങ്കിലും അണുബാധയുണ്ടോ, ഈ ബീജം സ്ത്രീയുടെ യോനി ഭാഗത്ത് വീണ് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ടൊന്ന് അലിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആ ബീജത്തിന് പ്രോപ്പറായിട്ട് ചലിച്ച് യൂട്രസിൻ്റെ യോനി ഭാഗത്തേക്ക് വീഴുന്ന ശുക്ലം അത് ലിക്വിഫൈ ചെയ്യാമെന്ന് പറയും. അതായത് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് മാറി ആ ബീജം സ്മൂത്തായിട്ട് ആ മീഡിയത്തിൽ നിന്ന് മൂവ് ചെയ്ത് അണ്ടവാഹിനി കുഴലിൽ എത്തിയെങ്കിൽ മാത്രമേ ബീജസങ്കലനം നടക്കുകയുള്ളൂ. അപ്പോൾ ഇത് ലിക്വിഫൈ ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അണ്ടർലൈൻ അണുബാധ കൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ കൂടെ നമുക്ക് ഈ ബീജപരിശോധനയിൽ നിന്ന് ലഭിക്കുകയാണ്. പിന്നെ ബീജം സാധാരണയായിട്ട് ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺസിൻ്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത്, ഹോർമോൺസിൻ്റെ കൺട്രോളിൽ വൃഷണങ്ങളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ നാളി വഴി പുറത്തേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ ഈ നാളികളിൽ എവിടെയെങ്കിലും തടസ്സമുണ്ടെന്നുണ്ടെങ്കിൽ ബീജം പുറത്തേക്ക് വരികയില്ല. അപ്പോൾ ആ ഒരു തടസ്സമുണ്ടോ എന്നുള്ളതും നമുക്ക് ഈ നിസ്സാരമായ ബീജപരിശോധനയിലൂടെ തന്നെ കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഒരു ബീജപരിശോധന സിമ്പിളായിട്ട് ചെയ്തെങ്കിൽ തന്നെ അതിനെ അനലൈസ് ചെയ്യുന്നതിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ബീജത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ചോദ്യമുണ്ട്. സാധാരണ സ്ത്രീകളുടെ പ്രായം പറയാറുണ്ട്. പുരുഷൻ്റെ പ്രായം ഒരു ഘടകമാണോ? ഞാൻ നേരത്തെ പറഞ്ഞു, ബീജത്തിൻ്റെ ഘടന, ആ ഘടന എന്ന് പറയുന്നത് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പക്ഷേ അതിനപ്പുറം അതിനൊരു DNA എന്ന് പറയുന്ന അതിനൊരു ജനിതകപരമായ ഒരു ഘടകങ്ങളുണ്ട്. അതിന് ഡാമേജ് വരാനുള്ള സാധ്യത സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരിലും ഏജ് അഡ്വാൻസ് ചെയ്യുകയും നമ്മുടെ ജീവിതശൈലിയിലുള്ള വ്യതിയാനങ്ങൾ കാരണവും നമ്മുടെ സ്മോക്കിംഗ് അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകൾ കാരണം, ഈവൻ അമിത വണ്ണം കാരണം, ഇതൊക്കെ കാരണം ഈ DNA ഡാമേജുകൾ വരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ DNA ഡാമേജ് വന്നാലുള്ള പ്രശ്നം ചിലപ്പോൾ അവർക്ക് പ്രഗ്നൻസിയെ സാധ്യമാവുകയില്ല. ഇനി അല്ലെങ്കിൽ തന്നെ പ്രഗ്നൻസി സാധ്യമാണെങ്കിൽ തന്നെ അത് ചിലപ്പോൾ അബോർഷനിലേക്ക് നയിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ IVFൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ കൂടെ നമ്മൾ റിക്കറൻറ്റ് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ എന്ന് പറയുന്ന, അതായത് കൂടെ എംബ്രിയോസ് വെച്ചിട്ടും അത് പിടിക്കാതെ പോകുന്ന ഒരു കണ്ടീഷനിലേക്കും ഈ ജനിതക ഘടനയിൽ, സ്പേമിൻ്റെ ജനിതക ഘടനയിലുള്ള വ്യതിയാനം മൂലം അത് കാണാറുണ്ട്. അപ്പോൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. എല്ലാത്തിനും ഒരു നല്ല പ്രായത്തിൽ തന്നെ കുട്ടികൾ എന്നുള്ള സ്വപ്നത്തിലേക്ക് പോകുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇതല്ലാതെ മറ്റ് കാരണങ്ങൾ, ഇപ്പോൾ പൊതുവേ പറയാറുള്ളത് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ പറയാറുണ്ട്, ഹോർമോൺ ഇംബാലൻസ് പറയാറുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മൾ ബീജം പരിശോധനയിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ് കൗണ്ട് കുറവ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ കൗണ്ട് ഇല്ലാത്ത ഒരവസ്ഥയുമുണ്ട്. ആസോസ്പെർമിയ എന്നാണ് അതിന് പറയുന്നത്. ഈ ആസോസ്പെർമിയ തന്നെ പല വിധത്തിലുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺസിൻ്റെ കൺട്രോളിൽ വന്നിട്ട് വൃഷണങ്ങളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ബ്രെയിനിലുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ, ഇപ്പോൾ ചെറുപ്പകാലത്ത് എന്തെങ്കിലും ട്യൂമർ പോലെയോ അല്ലെങ്കിൽ ജനറ്റിക്കായിട്ട് അവർക്ക് വന്ന എന്തെങ്കിലും അസുഖം കാരണമോ ഒക്കെ ഈ ഹോർമോൺസിനെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്
ഹോർമോണൽ ഇഷ്യൂസ് കാരണം ബീജം കുറവ് എന്നുള്ള ഇതാണ് നമ്മൾ കാണുന്നത്. പിന്നെയുള്ളത് വൃഷണങ്ങൾക്കായിട്ട് തന്നെ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു 50-90% ആളുകളിലും ആസോസ്പെർമി, അതായത് സീറോ കൗണ്ട് എന്നുള്ള ഘടകങ്ങളിൽ ഏറ്റവും മെയിനായിട്ട് കാണുന്നത് ഈ ടെസ്റ്റിസിനുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ടെസ്റ്റിസിനുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ പണ്ട് കാലത്ത് ഒരു ഇൻഫെക്ഷൻ വന്നതായിരിക്കും. നമ്മൾ മുണ്ടിനീര്, മംസ് എന്നൊക്കെ പറയല്ലേ. അപ്പോൾ ഈ മംസ് എന്നുള്ള ഇൻഫെക്ഷൻ ചിലപ്പോൾ വൃഷണങ്ങളിൽ ചെറുപ്പകാലത്ത് ബാധിച്ചിട്ട് അതിൻ്റെ ടെസ്റ്റിസിൽ നിന്ന് ബീജം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ആ കോശങ്ങൾ നശിച്ചു പോയതായിരിക്കാം. അല്ലെങ്കിൽ ചില സർജറികളുടെ ഭാഗമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് സർജറികളുടെ ഭാഗമായിട്ട് വന്നതായിരിക്കാം. ഇനി ചെറുപ്പകാലത്ത് ഇവർ കളിക്കുമ്പോൾ എന്തെങ്കിലും ഹെവി ആയിട്ട് അവിടെ വന്ന് ഇടിച്ചു, ക്രിക്കറ്റ് ബോൾ ഇഞ്ചുറിയോ അല്ലെങ്കിൽ അങ്ങനെ വൃഷണങ്ങൾക്ക് വന്നിട്ടുള്ള ഡാമേജ് കാരണം ഈ ബീജത്തിൻ്റെ പ്രൊഡക്ഷനകത്ത് അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പിന്നെ അപൂർവമായിട്ടാണെങ്കിലും ക്യാൻസർ എന്ന് പറയുന്ന രോഗവും അതിനോടനുബന്ധിച്ച് വന്ന കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, ഇതൊക്കെ കാരണം ഈ വൃഷണകോശങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ ഡാമേജ് വരുന്ന ഒരു സിറ്റുവേഷനുണ്ട്. പിന്നെ ഉള്ളതാണ്, ഇതെല്ലാം നോർമലാണ്, മുകളിൽ ബ്രെയിനിൽ നിന്ന് വരുന്നതും നോർമലാണ്, വൃഷണങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും നോർമലാണ്. പക്ഷേ ഇത് പുറത്തേക്ക് വരുന്ന നാളിയിൽ എന്തോ ഒരു തടസ്സമുണ്ട്. അപ്പം അതും ഡെഫിനറ്റ്ലി എന്തെങ്കിലും സർജറിയുടെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ജന്മന ആ പുറമേക്കുള്ള ഡക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗത്ത് ആ ഡക്റ്റ് ബ്ലോക്കായി പോയതായിരിക്കാം. അപ്പോൾ ഈ 3 തലത്തിലാണ് കൗണ്ട് ഇല്ലായ്മ, സീറോ കൗണ്ട് എന്നുള്ളതിനെ നമ്മൾ കണക്കാക്കേണ്ടതും അതിനുള്ള ചികിത്സാ രീതികൾ തീരുമാനിക്കേണ്ടതും. വേറൊരു കാര്യം, നിങ്ങളിപ്പോൾ ഹോർമോൺസിൻ്റെ കാര്യം പറഞ്ഞു. നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഹോർമോൺസിൻ്റെ വ്യതിയാനങ്ങൾ സംസാരിച്ചു. അതല്ലാതെ ഈ തൈറോയിഡ് അല്ലെങ്കിൽ പ്രൊലാക്റ്റിൻ അല്ലെങ്കിൽ അണ്ടർലൈങ് ഷുഗർ, അങ്ങനത്തെയുള്ള ഡയബറ്റിസ്, അങ്ങനത്തെയൊക്കെ ഭാഗമായിട്ട് ചിലർക്ക് ഉദാഹരണം തന്നെ പ്രശ്നമായിരിക്കാം. അതുപോലെ ഈ ശുക്ലം പുറത്ത് വരുന്നതിലും അവർക്ക് പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് അത് കറക്റ്റ് ചെയ്യുന്നതിലൂടെ തന്നെ ഒരു വൈഫ് പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുരുഷന്മാരിൽ ഈ വൃഷണത്തിൻ്റെ സൈഡിലായിട്ട് ഈ വെയിൻസ്, വെരിക്കോസിൽ എന്നുള്ള അസുഖബാധിതമാകാനും അതിൻ്റെ ഭാഗമായിട്ട് ബീജങ്ങളുടെ ക്വാളിറ്റിയിലും ഘടനയിലും വ്യതിയാനങ്ങൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണഗതിക്ക് വെരിക്കോസിലിൻ്റെ സർജറി എന്ന് പറയുന്നത് അവർക്ക് വേദനയോ സിംറ്റംസോ ഉണ്ടെങ്കിലാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. പക്ഷേ ഒരു ഇൻഫെർട്ടിലിറ്റി കപ്പിളാണ്, അവർക്ക് ഫെർട്ടിലിറ്റി പ്ലാൻ ചെയ്യുന്ന കപ്പിളാണെങ്കിൽ അവരുടെ സെമൻ അനാലിസിസിനകത്ത് അബ്നോർമാലിറ്റീസ് കാണുന്നുണ്ട്, വൈഫിൻ്റെ പാർട്ട്നേഴ്സൊക്കെ. അപ്പം ഇതൊരു ജോയിൻറ്റ് ഡിസിഷനായിട്ടാണ് നമ്മൾ പോവുക. വൈഫിൻ്റെ രോഗാവസ്ഥയും അല്ലെങ്കിൽ ഓവറിയുടെ അവസ്ഥ, ട്യൂബിൻ്റെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് അതുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും വെരിക്കോസീലിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുക. പക്ഷേ വെരിക്കോസീലിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് കാരണം ചൂട് വളരെയധികം, സ്ക്രോട്ടൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ബോഡി ടെമ്പറേച്ചറിനേക്കാൾ താഴ്ന്നു നിൽക്കേണ്ട ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഈ അമിതവണ്ണത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ടെമ്പറേച്ചർ വളരെയധികം കൂടിയിട്ട് ഈ സ്പേമിനും DNA-ക്കും ഒക്കെ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. വെരിക്കോസീലിനും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ കാരണങ്ങൾ പറയുമ്പോൾ നമ്മൾ ടെസ്റ്റിസിൽ വരുന്ന ശസ്ത്രക്രിയ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഭാവിയിൽ അവർക്ക് വന്ധ്യത ഉണ്ടാവാതെ സാധ്യതയില്ലേ? അതിനെ എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുക, പ്രിസർവ് ചെയ്യുക? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ക്യാൻസർ പോലത്തെ ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടറും ആ കുട്ടിയും, അല്ലെങ്കിൽ ഇപ്പോൾ അഡോളസെൻ്റ് ഏജിലോ വിവാഹ ജീവിതത്തിന് മുന്നെയോ യങ് ഏജിലോ ഏത് പ്രായത്തിൽ ക്യാൻസർ വന്നാലും അതൊരു വളരെയധികം നമുക്ക് മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ പേരൻസ് ആണെങ്കിലും കുട്ടിയുടെ അടുത്ത ബന്ധുക്കളൊക്കെ ആണെങ്കിലും ചിന്തിക്കുക, ഈ അസുഖത്തിൽ നിന്നൊരു മോചനം, അല്ലെങ്കിൽ ഈ അസുഖം ഏത് സ്റ്റേജിലാണ്, ഇതിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ചിന്ത ഇത് കാരണം എൻ്റെ മുടി പോകുമോ, എൻ്റെ കളർ പോകുമോ, എൻ്റെ ബാക്കി എന്താണ്, ഇതിന് എത്രത്തോളം സാമ്പത്തികമായിട്ട് ചിലവ് വരുമെന്നൊക്കെയാണ്. ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഇതിൻ്റെ ഫെർട്ടിലിറ്റി. ഈ കുട്ടി രോഗത്തെ അതിജീവിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു വിവാഹ ജീവിതം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഫെർട്ടിലിറ്റി പോകുക എന്നുള്ളത്. അപ്പോൾ അതിനാണ് നമുക്ക് സെമൻ പ്രിസർവ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ട്, സെമൻ ഫ്രീസ് ചെയ്യാവുന്നത്. അത് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ കീമോതെറാപ്പി, റേഡിയോതെറാപ്പിയൊക്കെ ചികിത്സകൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ഫെർട്ടിലിറ്റി IVF സെൻറ്ററിൽ ചെല്ലുകയാണെങ്കിൽ ഇവർക്ക് സെമൻ ഫ്രീസ് ചെയ്ത് വെക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അതവരുടെ ഫ്യൂച്ചർ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഫ്രീസ് ചെയ്ത് സ്പേം വെച്ച് യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും IVF പോലത്തെ ചികിത്സാ രീതികൾ വേണ്ടി വരും. പക്ഷേ അവർക്ക് അവരുടെ തന്നെ ജനിതക ഘടനയിലുള്ളൊരു കുട്ടിയാണ് അതുവഴി ലഭ്യമാകുന്നത്. ഇത് തന്നെ സ്ത്രീകൾക്കും ബാധകമാണ്. സ്ത്രീകളുടേതും അണ്ടാശയ സംബന്ധമായിട്ടുള്ള ക്യാൻസറോ അല്ലെങ്കിൽ ബ്രസ്റ്റ് റിലേറ്റഡ് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, വേറെ ഏതെങ്കിലും ശരീരഭാഗത്ത് ക്യാൻസർ വന്നു, അവർക്കൊക്കെ അതിൻ്റെ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒവേറിയൻ പ്രിസർവേഷൻ, ഈ എഗ്ഗിനെ ഊസൈഡ് പ്രിസർവേഷൻ, അല്ലെങ്കിൽ വിവാഹം കഴിച്ചവരാണെങ്കിൽ അവർക്ക് എംബ്രിയോ ആയിട്ട് പ്രിസർവ് ചെയ്ത് വെക്കാവുന്നത്. അപ്പോൾ ഈ പലരും ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ വർക്കൗട്ട് ചെയ്യുക, പലതരത്തിലുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്.
അപ്പം പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, കൂടാതെ മസിൽ ബിൽഡിങ്ങിന് സപ്ലിമെൻറ്റ്സ് എടുക്കുക, ഇതെല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? അതായത് മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്ന സപ്ലിമെൻറ്റ്സ് അതിൽ ചിലപ്പോൾ സ്റ്റീറോയിഡ് കണ്ടന്റ് ഉണ്ടാവും. ഇപ്പോൾ ഈ സ്റ്റീറോയിഡ് കണ്ടന്റ് അവർക്ക് ടെസ്റ്റോസ്റ്ററോൺ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അങ്ങനെ മസിൽ ബിൽഡിങ്ങിനും ഒക്കെ ഒരു വെൽബീയിങ്ങിനായിട്ട് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നതായിരിക്കാം. പക്ഷേ ഇതിൻ്റെ ദൂഷ്യവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മുടെ ഹോർമോൺ ബാലൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ പുറമേ നിന്ന് സപ്ലിമെൻറ്റ് ചെയ്യുന്നത് ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനെ തടസ്സപ്പെടുത്തുകയും കാലക്രമേണ വൃഷണത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീജത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞ് ഈവൻ കൗണ്ട് ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരെ എത്തിച്ചേരാനും സാധ്യതയുണ്ട്. ഇനി സ്ത്രീയുമായി ബന്ധപ്പെട്ട കാരണങ്ങളിലേക്ക് വരുമ്പോൾ പ്രധാനമായും എടുത്തു പറയാൻ പ്രായമാണ്. ഏത് പ്രായം ആണ് അതിൻ്റെത്, അല്ലെങ്കിൽ വന്ധ്യത നമ്മൾ തീരുമാനിക്കുന്നത് ഏത് സ്റ്റേജിലാണ്? 35 വയസ്സിന് താഴെയുള്ള സ്ത്രീകളാണെങ്കിൽ 1 വർഷമായിട്ടും അവർ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് സെക്സ് ചെയ്തിട്ടും കുട്ടികളാവുന്നില്ല എങ്കിലാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത്. പക്ഷേ 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണെങ്കിൽ ഈ കാലയളവ് നമുക്ക് 1 ഇയർ കൊടുക്കാൻ പാടില്ല. അതായത് അതിൻ്റെ അർത്ഥം തന്നെ, അതായത് നമ്മൾ 6 മാസമേ അവർക്ക് ട്രൈ ചെയ്തിട്ടും ആയിട്ടില്ലെങ്കിൽ വന്ധ്യതയുടെ ഇവാലുവേഷൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയും. അതിന് കാരണം തന്നെ നമ്മുടെ എഗ്ഗ്, അതായത് അണ്ടാശയത്തിൽ നിന്നും വരുന്ന അണ്ടങ്ങളുടെ എഗ്ഗിൻ്റെ അളവിലും ക്വാളിറ്റിയിലും വരുന്ന വ്യതിയാനം കൊണ്ടാണ്. ഏജ് അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൽ ഗണ്യമായ കുറവാണ് കാണുന്നത്. പ്രത്യേകിച്ച് 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം അതായത് അവരിൽ നിന്ന് തന്നെയുള്ള എഗ്ഗിൽ നിന്ന് കുട്ടികളാകുക, അല്ലെങ്കിൽ ആ കുട്ടികളായാൽ തന്നെയുള്ള ജനിതക പ്രശ്നങ്ങൾ, ഇതെല്ലാം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ബെറ്റർ എന്ന് പറയുന്നത് ഒരു 25-30 വയസ്സിനകത്തെങ്കിലും അവരുടെ ഫസ്റ്റ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. 22-23 വയസ്സേ ഉള്ളൂ, പക്ഷേ എഗ്ഗിൻ്റെ റിസർവ് വളരെയധികം കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മൾ പണ്ടുള്ള പോലെ ആയിരിക്കില്ല, ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെയുള്ള ഈ എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റിംഗ് കെമിക്കൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സാധനങ്ങളുണ്ട്. അതായത് പ്ലാസ്റ്റിക്കിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ ഫുഡ് പ്രിസർവേറ്റീവ്സിൽ നിന്ന്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, അങ്ങനെ നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്ന സാധനങ്ങൾ നമ്മുടെ ഓവറിയുടെ ക്വാളിറ്റിയെ വളരെയധികം കുറയുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പറയുമ്പം ക്രമരഹിതമായ ആർത്തവം അല്ലേ, അതൊരു പ്രധാന ഘടകമാണ്. ആർത്തവവും PCODയും. ആർത്തവം നമുക്ക് ഒരു 28-30 ദിവസത്തിനകത്ത് വരുന്ന ആർത്തവമാണെങ്കിൽ നമുക്കറിയാം ഒരു ഓവുലേഷൻ അതിൻ്റെ പകുതി ദിവസം 14ാമത്തെ ദിവസം അടുപ്പിച്ച് ഓവുലേഷൻ നടക്കും. അപ്പോൾ ആ സമയത്ത് ബന്ധപ്പെടുകയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷേ ഇത് ക്രമം തെറ്റിപ്പോകുമ്പോൾ ആണ്ടങ്ങളുടെ ക്വാളിറ്റി, അത് എപ്പോഴാണ് റിലീസ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. പിന്നെ ഇന്നത്തെ ജീവിതത്തിൽ ഹസ്ബൻഡ് വേറൊരു സ്ഥലത്തായിരിക്കും, അവരുടെ ലീവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഓവുലേഷൻ സമയത്ത് പ്ലാൻ ചെയ്യാൻ പറ്റുമ്പോൾ, അങ്ങനെ ശ്രമിക്കുമ്പോൾ ഈ ഇറഗുലർ പീരീഡ്സ് ആണെങ്കിൽ ആ പ്ലാനിങ് തന്നെ നടക്കണമെന്നില്ല. അതുപോലെ ഈ അണ്ടങ്ങൾ വലുതായി ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ അത് പൊട്ടി അതിൻ്റെ ഹോർമോൺസ് വന്നിട്ടാണ് യൂട്രസിൻ്റെ ലൈനിങ് പാകപ്പെടുത്തി കുട്ടി വന്ന് ഇംപ്ലാന്റ് ചെയ്യേണ്ടത്. ക്രമം തെറ്റിയുള്ള ആർത്തവമാകുമ്പോൾ യൂട്രസിൻ്റെ ലൈനിങ്ങും ഇതും ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. അപ്പോൾ ആ സമയത്തും നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഗ്നൻസി കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ ഇറഗുലർ പീരീഡ്സ് പല കാരണങ്ങൾ കൊണ്ടാകാം. ഇപ്പം ഹോർമോൺ ഇഷ്യൂസ് ആകാം. എല്ലാവരും പറയുന്ന പോലെ എല്ലാം PCOD ആണ് എന്ന് പറഞ്ഞിരിക്കാനും പറ്റില്ല. ചിലപ്പോൾ PCODയിൽ നമ്മൾ റെഗുലർ സൈക്കിൾസ് ഉള്ള PCODകളെ കാണാറുണ്ട്. തൈറോയിഡ് ആണോ, അല്ലെങ്കിൽ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ബ്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്യുക. അതുപോലെ PCOD ആണെങ്കിൽ നമുക്കൊരു 5-10% വെയിറ്റ് അവർ കുറയ്ക്കുകയാണെങ്കിൽ തന്നെ നോർമൽ കൺസെപ്ഷൻ സാധ്യമാകുകയും ചെയ്യും. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് യൂട്രസ് സംബന്ധമായ അല്ലേ, ഫൈബ്രോയിഡ് ഒരുവിധം എല്ലാ സ്ത്രീകളിലും കാണുന്നതാണ് അല്ലേ. ഫൈബ്രോയിഡ്സ് 3 തരത്തിൽ വരാം. യൂട്രസിൻ്റെ പുറമേ വരാം, അല്ലെങ്കിൽ യൂട്രസിൻ്റെ മസിൽ വോൾ എന്ന് പറയുന്ന ഈ ഭാഗത്ത് വരാം, അല്ലെങ്കിൽ യൂട്രസിൻ്റെ ഇന്നർ ലൈനിങ്ങിലായിട്ട് വരാം. അപ്പോൾ ഈ പുറമേയുള്ള ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ നമ്മുടെ ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ട് യാതൊരു സിംറ്റംസും അവർക്ക് ഉണ്ടാവണമെന്നില്ല. ഇത് വലുതാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രഷർ സിംറ്റംസ് വരാം. ഇപ്പോൾ അടുത്തിരിക്കുന്ന മൂത്രാശയത്തെയോ അല്ലെങ്കിൽ കുടലിനെയോ ഒക്കെ കംപ്രസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. പക്ഷേ ഇന്നർ ലൈനിങ്ങിലാണെങ്കിൽ അവിടെയാണ് നമ്മുടെ ഇംപ്ലാന്റേഷൻ, കുട്ടി വന്ന് ഒട്ടിപ്പിടിക്കേണ്ടത്. ആ ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഡെഫിനറ്റ്ലി അവർക്ക് പ്രഗ്നൻസിക്ക് തടസ്സമായിട്ട് വരാം. അതുപോലെ തന്നെ ഈ നേരത്തെ ചോദിച്ച ഇറഗുലർ ബ്ലീഡിങ് അതിലൊരു കാരണമായിട്ട് ഈ ഇന്നർ ഭാഗത്തിരിക്കുന്ന ഫൈബ്രോയിഡ്സ് കാരണമാകാം. പിന്നെ മസിലിനകത്ത് വരുന്ന ഫൈബ്രോയിഡ്സും ഒരു നിശ്ചിത സൈസിൽ കൂടുതലുള്ളതാണ് എങ്കിൽ, ഇതിൻ്റെ ഭിത്തിയുടെ കട്ടിയേക്കാൾ കൂടുതലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് പ്രസ് ചെയ്യണം. അപ്പം ഈ യൂട്രസിൻ്റെ ലൈനിങ്ങിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഫൈബ്രോയിഡ് വളരുകയാണെങ്കിൽ അതും കാരണങ്ങളായിട്ട്, റിക്കറൻ്റ് അബോർഷൻസിനും ഒക്കെ കാരണങ്ങളായിട്ട് കാണാറുണ്ട്. പിന്നെ ഒരു പ്രശ്നമാണ് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ദശ വളർച്ച, പോളിപ്പ് എന്ന് പറയും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഇറഗുലർ ബ്ലീഡിംഗ് എന്ന് പറയുന്ന പ്രശ്നം വരാറുണ്ട്. അപ്പോഴൊക്കെ ഇംപ്ലാന്റേഷൻ, അതിൻ്റെ യൂട്രസ് കുട്ടിയെ റിസീവ് ചെയ്യുന്ന ആ പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല.
ഫലോപ്പിയൻ ട്യൂബുകൾ പ്രധാനപ്പെട്ടതാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു ബീജസങ്കലനം നടക്കുന്നത് ശുക്ലം യോനിയിൽ വീണ് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് അതിൻ്റെ ചലനശേഷി വഴി മുകളിലേക്ക് വന്ന അണ്ടവാഹിനി കുഴൽ, അതായത് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ഈ അണ്ടവും ബീജവും തമ്മിൽ ബീജസങ്കലനം നടക്കേണ്ടത്. അപ്പോൾ ഈ ട്യൂബിന് എന്തെങ്കിലും വിധത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രക്രിയ നടക്കില്ല. അപ്പോൾ നമുക്കിത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്യൂബ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. പക്ഷേ എന്നാൽ പോലും നമുക്കിതിൻ്റെ ഫങ്ഷനിങ് എത്രത്തോളം ഉണ്ട്, അത് പ്രോപ്പറായിട്ട് തന്നെയാണോ ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ട്യൂബിന് ബ്ലോക്ക് വരുന്നതിനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന്, മുന്നേ വന്ന എന്തെങ്കിലും ട്യൂബൽ സർജറികൾ, ഇപ്പോൾ അത് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും, അതായത് ഫലോപ്പിയൻ ട്യൂബിൽ പ്രഗ്നൻസി ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ഒരു വന്നിട്ടുണ്ടെങ്കിൽ ആ ട്യൂബ് ഡാമേജിനാണ്. ഇനി ചില കേസുകൾ അതിന് സർജറി വേണ്ടി വന്നിട്ട് വരാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ട്രോമ ഓൾറെഡി ഒരു ട്യൂബിന് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അവിടെ തന്നെ പ്രഗ്നൻസി ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത സാധാ ഉള്ളവരേക്കാൾ കുറച്ച് കൂടുതലാണ്. പിന്നെ ഒരു കാരണമാണ് ഇൻഫെക്ഷൻസ്. ആ ഇൻഫെക്ഷൻസ് കാരണം അവിടെ നീർക്കെട്ട് വരാനും വെള്ളം കെട്ടാനും പഴുപ്പ് കെട്ടി നിൽക്കാനും അങ്ങനെ അതിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് തടസ്സപ്പെടാറുണ്ട്. രണ്ട് സൈഡിലെയും ട്യൂബ് ബ്ലോക്ക് ആകുമ്പോഴാണ് നമ്മൾ ട്യൂബൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുക. അപ്പോൾ ഒരു കാര്യം കൂടെ അതിലേക്ക് പറയട്ടെ, ഇൻഫെക്ഷൻസ് വരുന്നത് നമ്മുടെ വെള്ളപ്പോക്ക് എന്ന് പറയുന്ന സാധനം, അപ്പോൾ ചിലർക്ക് അതിനോട് അനുബന്ധിച്ചിട്ട് ചീത്ത മണം അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്, അങ്ങനെ കൂടെ റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ പാർട്ട്ണറിനുള്ള ഇൻഫെക്ഷൻസ് ഇവരിലേക്ക് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവർക്കൊരു ക്രോണിക് പെൽവിക് പെയിനായിട്ട് കുറേ നാൾ നിലനിൽക്കുന്ന അടിവയറിനുള്ള വേദനയായിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇതൊരു അണ്ടർലൈൻ നമുക്കൊരു ക്ലൂ തരികയായിരിക്കാം ഇവരുടെ ട്യൂബൽ ഫാക്ടർ മേ ബി ഇമ്പയർഡ് ആകാം എന്നുള്ളതിനെ കുറിച്ച്. രണ്ട് പേർക്കും ഉണ്ടാവുന്ന കാരണങ്ങൾ പറഞ്ഞു, വന്ധ്യതയുടെ കാരണങ്ങൾ എന്തെല്ലാം. ഇതിൻ്റെ ചികിത്സകളിലേക്ക് പോകാം. സ്ത്രീയുടെ വന്ധ്യതയ്ക്കുള്ള ചികിത്സകൾ എന്തെല്ലാം? അത് കാരണങ്ങൾ നമ്മൾ ആദ്യമേ അസസ് ചെയ്തു. ഇപ്പം ഓവുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മെഡിസിൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ഓവുലേഷനെ ഒന്ന് പ്രോപ്പർ ആക്കിയിട്ട് അവർക്ക് ടൈംഡ് ഇൻ്റർകോഴ്സ്, അതായത് ഓവുലേഷൻ നടക്കുന്ന സമയം നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ട് ആ സമയത്ത് ബന്ധപ്പെടുകയാണെങ്കിൽ ചാൻസ് ഉണ്ടാവും. ഇനി അതല്ല, യൂട്രസ് റിലേറ്റഡ് ആണ്, ഇപ്പം ഉള്ളിലേക്ക് യൂട്രസിൻ്റെ ഫൈബ്രോയിഡ് ആണ് പ്രശ്നം, യൂട്രസിൻ്റെ ഇന്നർ ലൈനിങ്ങിൽ വന്ന് തടസ്സമുണ്ടാക്കുന്ന ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ അതിനെ നമുക്ക് സർജിക്കൽ വഴി ട്രീറ്റ് ചെയ്തതിന് ശേഷം അവർ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ പേഷ്യൻറ്റിൻ്റെ ഏജും അവർ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി എന്നുള്ളതും പുരുഷ ബീജത്തിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ട്യൂബിൻ്റെ പേറ്റൻസിയും ഒക്കെ ആശ്രയിച്ചാണ്. അല്ലാതെ മെയിൽ ഫാക്ടർ തീരെ മോശമായിട്ടുള്ള ഒരു പേഷ്യൻറ്റിനോട് നമ്മൾ ഈ നോർമലി കൺസീവ് ചെയ്തോളൂ, ട്രൈ ചെയ്തോളൂ, ബാക്കിയുള്ള ഫീമെയിൽസിനെ കറക്റ്റ് ചെയ്ത് പോകാം എന്ന് പറയുന്നത് ചിലപ്പോൾ ഉചിതമായിരിക്കില്ല. അപ്പോൾ ഒരു ജോയിൻറ്റ് ഡിസിഷനായിട്ടാണ് നമ്മൾ എടുക്കുക. ഇനി ഓവറിയുടെ റിസർവ് വളരെ കുറവാണ്, അങ്ങനെയുള്ള കണ്ടീഷൻസിന് നമുക്ക് എന്താണെങ്കിലും IVF വേണ്ടി വരാം. അപ്പോൾ അത് AMHും അതുപോലെ തന്നെ അണ്ടങ്ങളുടെ സ്കാൻ വഴി അണ്ടങ്ങളുടെ എണ്ണവുമാണ് നമ്മൾ നോക്കുക. അത് വളരെ കുറവാണെങ്കിൽ നമുക്ക് IVFിലായിരിക്കും കൂടുതൽ സക്സസ് റേറ്റ് വരിക. ട്യൂബൽ ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സൈഡിലെ ട്യൂബ് ബ്ലോക്ക് ആണ്, വേറെ പാരാമീറ്റേഴ്സ് എല്ലാം നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ട്രൈ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ IUI പോലെയുള്ള പ്രൊസീജിയേഴ്സ് ക്ലബ് ചെയ്യുന്നതിനോ ഒന്നും തടസ്സമില്ല. രണ്ട് സൈഡിലെയും ട്യൂബ് ബ്ലോക്ക് ആണെങ്കിൽ അത് സർജിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം നോക്കുക. സർജറി കറക്റ്റ് ചെയ്ത ആണെങ്കിൽ തന്നെ അതിൻ്റെ സക്സസ് റേറ്റും എത്രത്തോളം സാധ്യതയുണ്ട് എന്നതും കൂടെ അസസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുക. ഇനി അതല്ല, അഡ്വാൻസ് സ്റ്റേജ് ആണ്, ബൈലാറ്ററൽ ട്യൂബ് ബ്ലോക്ക് ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് IVF ആയിരിക്കും ബെറ്റർ ഓപ്ഷനായിട്ട് വരിക. പൊതുവേ നമ്മൾക്ക് ഒരുപാട് IVF ക്ലിനിക്കുകൾ ഉണ്ടല്ലേ? അപ്പോൾ IVF ക്ലിനിക്കുകളിൽ എത്രത്തോളം സക്സസ് റേറ്റ് ഉണ്ട്? IVF ക്ലിനിക്കുകളിൽ എല്ലാ ഇടത്തും തന്നെ ഒരു 50 to 60% ആണ്. ഇതൊരിക്കലും 100% അല്ല ഇതിൻ്റെ സക്സസ് റേറ്റ്. 50 to 60% ആണ് ഒരു IVF വഴി ഒരു കുട്ടി ആരോഗ്യമുള്ളതായി ജനിക്കുവാനുള്ള സാധ്യത. നമ്മൾ സാധാരണഗതിക്ക് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് ബീജസങ്കലനം നടക്കുന്നു, അണ്ടവും ബീജവും തമ്മിൽ യോജിക്കുന്നു. ഈ പ്രക്രിയ നമ്മൾ ലാബിൽ കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ നടത്തുന്നതിനെയാണ് IVF എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീക്ക് അണ്ടാശയത്തിൽ നിന്നും 1-2 എഗ്ഗുകളായിരിക്കും ഒരു മാസം റിക്രൂട്ട് ചെയ്ത് വരിക. ബാക്കിയുള്ള അണ്ടങ്ങൾ നോർമലി അത് തന്നെ ഡീജനറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ IVFിൽ നമുക്ക് ഈ 1-2 അണ്ടങ്ങൾ കൊണ്ട് മാത്രം കാര്യങ്ങളില്ല. നമ്മൾ അവൈലബിൾ ആയിട്ട് ആ മാസം റിക്രൂട്ട് ചെയ്തിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള അണ്ടങ്ങളെ എല്ലാം വലുതാക്കുവാൻ വേണ്ടി പുറമേ നിന്ന് ഒരു 10-12 ദിവസം ഇഞ്ചെക്ഷൻസ് കൊടുക്കും. അങ്ങനെ ഇഞ്ചെക്ഷൻസ് കൊടുത്ത് അണ്ടർ അനസ്തേഷ്യയിൽ ഈ അണ്ടങ്ങൾ പാകമാകുന്ന ദിവസം നമ്മൾ ട്രാൻസ്വജൈനൽ സ്കാൻ, താഴെക്കൂടെ ചെയ്യുന്ന സ്കാനിൻ്റെ സഹായത്തോടു കൂടി ഒരു നീഡിൽ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അത് വെച്ചിട്ട് ഈ അണ്ടാശയത്തിൽ നിന്നും പാകമായിട്ടുള്ള അണ്ടങ്ങളെ നമ്മൾ ആസ്പിറേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മൾ അണ്ടങ്ങൾക്ക് പകരം അവിടെ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ഫോളിക്കിൾസ് മാത്രമായിരിക്കും കാണുക. ആ വെള്ളം, ആ ഫ്ലൂയിഡാണ് നമ്മൾ വലിച്ചെടുക്കുക. അത് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോഴാണ് അതിനകത്ത് എത്രത്തോളം അണ്ടങ്ങളുണ്ട്, എത്രത്തോളം പക്വമായത് ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. അതിനുശേഷം ഈ ഓരോ അണ്ടത്തിലേക്കും ഹസ്ബൻഡിൻ്റെ ഓരോ ബീജവുമായിട്ട് നമ്മൾ യോജിപ്പിക്കും.
അങ്ങനെ അത് ഭ്രൂണമാക്കി വിരിയിച്ചെടുക്കുന്നു. അതൊരു സാധാരണയായിട്ട് 3 മുതൽ 5 ദിവസം വരെയാണ് നമ്മൾ ലാബുകളിൽ വളർത്തുക. അതിനുശേഷം ഇതിനെ നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കും. 3-ാമത്തെ ദിവസം പ്രായമായതിനെയോ അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം പ്രായമായതിനെയോ നമ്മൾ ഈ എംബ്രിയോസിനെ, ഭ്രൂണങ്ങളെ ഫ്രീസ് ചെയ്ത് വെക്കുന്നു. പിന്നീട് സ്ത്രീയുടെ യൂട്രസിൻ്റെ ലൈനിങ് റെഡിയാകുന്ന സമയം നമ്മളതിന് മരുന്നുകൾ കൊടുത്ത് ആ ലൈനിങ് പക്വമാകുമ്പോൾ ഈ ശീതീകരിച്ച് വെച്ചിരിക്കുന്ന ഭ്രൂണങ്ങളെ യൂട്രസിലേക്ക് സാവധാനം നിക്ഷേപിച്ചു കൊടുക്കുന്നു. ഇതാണ് IVF എന്ന് പറയുന്ന പ്രക്രിയ. ഇതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് എല്ലാ സെൻറ്ററിലും തന്നെ ഒരു 50 to 60% നല്ല ക്വാളിറ്റിയുള്ള ഭ്രൂണങ്ങൾ നമ്മൾ വെച്ച് കഴിയുമ്പോൾ. അപ്പോൾ മൈൽഡ് വേരിയേഷൻസ് ആണെങ്കിൽ നമുക്ക് IUI എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയിലൂടെ ഇവർക്ക് പ്രഗ്നൻസി സാധ്യമാകും. അതായത് സ്ത്രീയുടെ അണ്ടവളർച്ച നമ്മൾ മോണിറ്റർ ചെയ്ത് അത് ഓവുലേഷൻ ആകുന്ന സമയം നോക്കിയിട്ട് ഈ പ്രോസസ്സ് ചെയ്ത ബീജം യൂട്രസിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ അവർക്ക് നോർമലായിട്ടുള്ള സെക്ഷൽ കോൺടാക്റ്റും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ സക്സസ് റേറ്റ് കുറച്ച് കൂടുന്നതാണ്. ഇനി സിവിയർ ആയിട്ടുള്ള മെയിൽ പാരാമീറ്റേഴ്സ് ആണ്. ഇപ്പോൾ കൗണ്ട് വളരെയധികം 1 മില്യണിനേക്കാളിലും അതിൻ്റെ ചലനശേഷിയുള്ള കൗണ്ട് വളരെ കുറവാണ്. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ 5 മില്യണിനേക്കാളിലൊക്കെ താഴെയാണ് കൗണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് IVF ആയിരിക്കും ഇവർക്ക് സക്സസ് റേറ്റ് കൂടുതൽ കൊടുക്കുക. അതുപോലെ തന്നെ മോർട്ടിലിറ്റി 0 ആയിട്ട് വരുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെയുള്ളതിനും നമുക്ക് ജീവനുള്ള അണുക്കളെ മാത്രം മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് IVF എന്നുള്ള പ്രൊസീജിയറിലൂടെ നമുക്ക് പ്രഗ്നൻസി സാധ്യമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കലുണ്ട്. ബീജപരിശോധനയിൽ നമ്മൾ ആസോസ്പെർമിയ എന്ന് പറയുന്ന കണ്ടീഷൻസ് കണ്ടു, കൗണ്ട് തീരെയില്ല. അപ്പോൾ ബ്രെയിനിൽ നിന്നുള്ള പ്രശ്നമാണെങ്കിൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് ഹോർമോൺസ് പുറമേ നിന്ന് കൊടുത്തുകൊണ്ട് ഇവരുടെ ബീജ പ്രൊഡക്ഷൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതല്ലാതെ ടെസ്റ്റിസിനോ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ പുറമേയുള്ള നാളിക്കോ ബ്ലോക്ക് ആണെങ്കിൽ നമുക്കൊരു ലോക്കൽ അനസ്തേഷ്യയിൽ ചെയ്യാവുന്ന ബയോപ്സി പ്രൊസീജിയേഴ്സ് ഉണ്ട്. ടെസ്റ്റിസിൽ നിന്നും വൃഷ്ണങ്ങളിൽ നിന്നും നമ്മൾ നീഡിൽ വെച്ചിട്ട് ഈ ബീജങ്ങളെ കളക്ട് ചെയ്ത് ആസ്പിറേറ്റ് ചെയ്തെടുക്കുന്നു. അത് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ നമുക്ക് വിരലിൽ എണ്ണാവുന്ന നമ്പർ ഓഫ് ബീജങ്ങൾ മാത്രമേ കിട്ടുവാൻ സാധ്യതയുള്ളൂ. അത് വെച്ചിട്ട് IVF എന്ന പ്രൊസീജിയറിലൂടെ നമുക്ക് കുട്ടി എന്നുള്ളത് സാധ്യമാകും. ഭ്രൂണമാക്കിയിട്ട് സേവ് ചെയ്ത് വെക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ സാധാരണ ഈ IVF വരുമ്പോൾ ട്വിൻ പ്രഗ്നൻസി നോർമലാണല്ലേ? നമ്മുടെ നിയമപ്രകാരം നമുക്ക് മാക്സിമം 3 എംബ്രിയോസ് വരെയാണ് ഒരു തവണ ഒരു സ്ത്രീയുടെ യൂട്രസിൽ നിക്ഷേപിക്കാൻ പറ്റുന്നത്. അത് അവരുടെ ഏജും മുന്നേയുള്ള ഘടകങ്ങളും ഒക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു എംബ്രിയോ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സക്സസ് റേറ്റ് ആണ് ഈ 50 to 60%. ഇപ്പോൾ എല്ലാവരും സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ ആണ് പറയുന്നതും. എന്നാലും ഇതിൻ്റെ സക്സസ് റേറ്റ് കുറച്ചുകൂടെ കൂടുതലാണ് നമ്മൾ 2 എംബ്രിയോസ് വെക്കുകയാണെങ്കിൽ. ഇപ്പോൾ 2 ഇംപ്ലാന്റ് ചെയ്താൽ ട്വിൻ പ്രഗ്നൻസീസ് വരും. ഇനി ഈ 2 എണ്ണത്തിൽ 1 ഇംപ്ലാന്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് സിംഗിൾട്ടൺ പ്രഗ്നൻസി തന്നെയായിരിക്കും. ഇനി വളരെ അപൂർവമായിട്ട് ഈ ഒരു എംബ്രിയോ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് ട്വിൻസ് ആകാനുള്ള സാധ്യതയും കാണാറുണ്ട്. നമ്മളിപ്പം ട്വിൻസിനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടല്ല ട്വിൻസ് വയ്ക്കുന്നത്, ഇതിൻ്റെ സക്സസ് റേറ്റ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചില കേസുകളുണ്ട്, 2 പേരും പല ടെസ്റ്റുകൾ ചെയ്തിട്ടും ഒരു പ്രശ്നവുമില്ല, എന്നിട്ടും ഗർഭധാരണം നടക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? ആണ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ഈ ജനിതകപരമായ എഗ്ഗിൻ്റെ ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ബീജത്തിൻ്റെ ഘടനയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ബീജത്തിനെതിരെ ഇമ്മ്യൂൺ ഫാക്ടേഴ്സ് എന്ന് പറയും. അതായത് ബീജം സങ്കലനം നടക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ബോഡിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഓപ്പോസിറ്റ് ഫാക്ടേഴ്സ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് അപ്പുറമാണ്. ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് പ്രകാരം സജസ്റ്റ് ചെയ്യുന്നത് ഒന്നുകിൽ IUI പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ക്ലബ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് IVFിലേക്ക് പോകാം. അതായത് ഒരു ചില 2 വർഷം അല്ലെങ്കിൽ ഒരു 6 മാസം, അത് പേഷ്യൻറ്റിൻ്റെ ഏജ് അനുസരിച്ച് നമുക്കൊരു എക്സ്പെക്റ്റൻറ്റ് മാനേജ്മെൻറ്റിന് ഒരു സമയം കൊടുക്കാം. അതായത് അവർ തമ്മിൽ നോർമലി ട്രൈ ചെയ്യാനോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് വർക്കൗട്ട് ആകുന്നില്ല എന്ന് ഇവാലുവേറ്റ് ചെയ്യാനോ ഒക്കെ ഒരു സമയം കൊടുത്തതിന് ശേഷം വർക്കൗട്ട് ആകുന്നില്ലെങ്കിൽ ഹയർ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത് നല്ല സക്സസ് റേറ്റ് ആയിരിക്കും. കാരണം ഈ ബീജസങ്കലനം നടക്കുന്നത് ചിലപ്പം ബീജത്തിൻ്റെ ഘടന കാരണം അതിനുള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ, എഗ്ഗിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ലാബിൽ വെച്ചിട്ട് കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ ചെയ്യുമ്പോൾ അത് സക്സസ് റേറ്റ് 10 മടങ്ങ് വ്യത്യാസം വരും. ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ 2 പേരിലും അണ്ടങ്ങളും ബീജങ്ങളും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവാം. പരിശോധനയിൽ നമുക്കത് വ്യക്തമായി. ആ കണ്ടീഷനിൽ പിന്നെ എന്താണ് ചെയ്യുന്നത്? ആ കണ്ടീഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പേഷ്യൻ്റ് വില്ലിംഗ് ആണ്, ആ കപ്പിൾ വില്ലിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ കൺസെൻറ്റോട് കൂടിയിട്ട് നമുക്ക് അണ്ട ബാങ്കിൽ നിന്നോ ബീജ ബാങ്കിൽ നിന്നോ സ്പേംസിനെയോ അല്ലെങ്കിൽ അണ്ടങ്ങളെയോ ഡോണർ പ്രോഗ്രാമിലേക്ക് അവരെ എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ആ കപ്പിളിൻ്റെ പൂർണ്ണമായ സമ്മതത്തോട് കൂടിയിട്ടാണ് നമ്മൾ കോൺഫിഡൻഷ്യലായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അവർ ഡോണർ ബാങ്കിൽ നിന്നും അവരുടെ പ്രൊഫൈൽ അനുസരിച്ചുള്ള ബീജങ്ങളെയും അണ്ടങ്ങളെയും നമ്മൾ സ്വീകരിച്ച് അത് ഈ പ്രത്യേക കപ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ ഭ്രൂണമാക്കിയിട്ട് വിരിയിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ യൂട്രസിൽ നിക്ഷേപിക്കും. സ്ത്രീയുടെ തന്നെ യൂട്രസിലേക്ക് അങ്ങനെ ഉണ്ടാക്കിയ ഭ്രൂണത്തെ നമ്മൾ നിക്ഷേപിച്ചു കൊടുക്കുന്നതാണ് ഡോണർ ഓസൈറ്റ് എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ.
അപ്പോൾ സാധാരണ രീതിയിൽ ഏതെങ്കിലും സർജറിയിൽ യൂട്രസ് റിമൂവ് ചെയ്ത കേസുകളിൽ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഒരു മെഡിക്കൽ ബോർഡിൻ്റെ പ്രയർ പെർമിഷൻ വേണം. അതായത് ഈ ആൾ ഇതിന് സറോഗസി എന്ന് പറയുന്ന വാടക ഗർഭപാത്ര ചികിത്സ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവർ എലിജിബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കും. അതോടൊപ്പം നമ്മളൊരു സറോഗേറ്റ് മദറിനെ സെലക്ട് ചെയ്തിട്ട് ഇവരുടെ അണ്ടവും ഹസ്ബൻഡിൻ്റെ ബീജവും, അതായത് പേഷ്യൻറ്റിൻ്റെ അണ്ടവും പേഷ്യൻറ്റിൻ്റെ ബീജവും തന്നെ യോജിപ്പിച്ച് നേരത്തെ പറഞ്ഞ IVF പ്രക്രിയയിലൂടെ ഭ്രൂണമാക്കി ശീതീകരിച്ച് വെച്ചിട്ടുണ്ടാവും. ആ ഭ്രൂണത്തെ വാടക ഗർഭപാത്രമുള്ള സ്ത്രീയിലേക്ക് നമ്മൾ നിക്ഷേപിച്ച് ആ പ്രഗ്നൻസി കാലയളവ് അവരിൽ ആ ഗർഭം വളർന്നു വരുന്നു. ഡെലിവറി ആയിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മേലിൽ ഇവർക്ക് യാതൊരു നിയമപരമായ അവകാശങ്ങളും ഉണ്ടായിരിക്കില്ല. ആ കുട്ടിയെ നമ്മൾ ഈ ഇൻറ്റൻഡിങ് കപ്പിളിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അതാണ് സറോഗസി എന്ന് പറയുന്നത്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ച് നിരാശപ്പെടേണ്ട ഒരു കാര്യമല്ല അല്ലേ? വളരെ പോസിറ്റീവായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഇതൊരു പലർക്കും നാണക്കേടിൻ്റെ പ്രശ്നം കൊണ്ട് അയ്യോ അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നാണക്കേടാണ് അല്ലെങ്കിൽ IVF എത്തും എന്നുള്ളൊരു തെറ്റിദ്ധാരണ കാരണമാണ് ആരും അധികം എത്താത്തത്. ഇതിന് IVF മാത്രമല്ല, അതൊരു 10 പേഷ്യൻസ് വരികയാണെങ്കിൽ ഒരാൾക്കായിരിക്കും IVF വേണ്ടി വരിക. അത് ചിലപ്പോൾ മെയിൽ ഫാക്ടർ ആയിരിക്കാം, ചിലപ്പോൾ ഫീമെയിൽ ഫാക്ടർ ആയിരിക്കാം. ബാക്കിയുള്ളവർക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ്, ഈ നിസ്സാരമായ IUI പോലെയുള്ള ചികിത്സകൾ, ചെറിയ സർജറികൾ ഒക്കെ കൂടിക്കൊണ്ട് അവരുടെ ഫെർട്ടിലിറ്റിയെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു കപ്പിൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. തങ്ങളുടെ ഭാഗത്ത് നിന്ന് തങ്ങൾ പ്രഗ്നൻസി പോസ്റ്റ്പോൺ ചെയ്യാൻ ഓക്കെ ആണോ, അല്ലെങ്കിൽ അതൊന്ന് അറിഞ്ഞതിന് ശേഷം അവർക്ക് അവരുടെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാം. എനിവേ താങ്ക് യു ഡോക്ടർ. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ അറിവ് നൽകുന്ന ഒരു എപ്പിസോഡാണിത്. സറോഗസി വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് പുതിയ ചികിത്സാ രീതികളെ കൊണ്ട് അതിജീവിക്കാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.